ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അനിയത്തീൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അനിയത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻ സിസ്റ്ററാണ്, അച്ഛൻ്റെ പെങ്ങള, ഒരേ ഒരു പെങ്ങള മോള്, ദിവ്യാമ്മേൻ്റെ മോള്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കുറേ വീഡിയോസിലൊക്കെ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ദേവു. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. തലശ്ശേരി വെച്ചിട്ടാണ്. ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്ന് തലശ്ശേരിക്ക് എത്തി. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയായപ്പോൾ നമ്മൾ എണീറ്റ് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബ്യൂട്ടീഷ്യൻ അവളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നല്ല ഹാപ്പിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ വരുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ്. കല്യാണമൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വഴിയെ അറിയിക്കാം. കല്യാണത്തിൻ്റെ പർച്ചേസും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നിപ്പോൾ എൻഗേജ്മെൻ്റ് ആണ്. ചെക്കൻ വരുന്നില്ല, ചെക്കൻ വന്നിട്ടില്ല, നാട്ടിലെത്തിയിട്ടില്ല. ഇന്നിപ്പം അവരെ വീട്ടുകാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ഫംഗ്ഷൻ ആകുമ്പോഴേക്കുണ്ട് എനിക്കൊരു പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സങ്കടത്തിലാണ്. കറക്റ്റ് മിഞ്ഞാന്ന് വന്നതായിരുന്നു ഇന്ന് ഫംഗ്ഷന്. ഇന്നലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ മിഞ്ഞാന്ന് നോക്കുമ്പോൾ ചെറിയൊരു കുരു, പിന്നെ ഞാൻ പൊട്ടിച്ചില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ്സ് മാറ്റി, ഫുഡ് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രൈഡാണോ മേക്കപ്പിൻ്റെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് ഞാനും കൂടി ഫുഡ് കഴിക്കുക. കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ മേക്കപ്പ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒക്കെ വെളിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാനങ്ങനെ ചെറിയ രീതിയിൽ എന്താ പറയുക, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ ഇവളെ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് ചേച്ചി, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കംപ്ലീറ്റ് ആവാൻ ബാക്കിയുണ്ട്. അതും കൂടി തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഒരു ഷോൾ എൻ്റെതാണ്. ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഗ്രീൻ ചുരിദാറാണ്. ഹെയറൊക്കെ സെറ്റ് ചെയ്യണം, ഇയറിങ്സ് ഒക്കെ ഇടണം. മുഖത്ത് ഐലൈനർ എഴുതി മുഖം ഒന്ന് സെറ്റാക്കിയിട്ടേ ഉള്ളൂ. ഒന്ന് ഫുൾ സെറ്റാക്കി വരാം. ദേവുവിൻ്റെ ഫൈനൽ ടച്ചപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. അവളെ റെഡിയാക്കിയിട്ട് ബ്യൂട്ടീഷ്യൻ അവളുടെ ഫ്രണ്ട് തന്നെയാണ്. ഞാനുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ദേവുവിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഒരു മെറൂൺ കളർ ദാവണി സെറ്റാണ്. പക്ഷെ ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. റെഡി ആയി കഴിഞ്ഞപ്പോൾ ഷോളും കൂടി ഇടുമ്പം എന്തോ ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നി. ഷോൾ ഇടാണ്ട് അവളൊരു പാവാടിയും ബ്ലൗസും പോലെയാണ് ഇട്ടിട്ടുണ്ടായത്. മുല്ലപ്പൂ ഒക്കെ വെച്ച് ഓർണമെന്റ്സ് ഒക്കെ അതിന് മാച്ചാക്കി. അങ്ങനെ അവൾ റെഡി ആയതിനു ശേഷം ഫോട്ടോ എടുക്കേണ്ടിയിട്ട് പോയി. ഞാനൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. ആൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഞാൻ സെറ്റാക്കി തരാം ചേച്ചി എന്ന് പറഞ്ഞു. നല്ല കുട്ടിയായിരുന്നു. ആളുടെ മേക്കപ്പ് സൂപ്പർ ആയിരുന്നു. ദേവുവിന് ചെയ്തതൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ആളൊരു ബിഗിനറാണ്. അധികം നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലശ്ശേരി പാനൂര് ഭാഗങ്ങളിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ മെൻഷൻ ചെയ്ത് തരാം. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മിഡിൽ പാർട്ടീഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. റെഡി ആയതിനു ശേഷം പിന്നെ ഞാനും ദേവ് ഫോട്ടോ എടുക്കുന്ന സെക്ഷനിലേക്ക് പോയി. ഞാനും അവളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവളെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ നേരെ തിരിച്ചു പോയി. പിന്നെ ഞാൻ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അത്യാവശ്യം വലിയൊരു സ്പേസ് ഉള്ള വീടാണ്. നമ്മുടെ തൊട്ടടുത്ത വീടാണ്, നെയ്ബറിന്റെ വീടാണ്. ഒരു മതിൽ അപ്പുറം ഇപ്പുറമാണ് വീട് വരുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫീന്റെ ടീം ചന്തുവിന്റെ ഫ്രണ്ട്സ് ആണ്. അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഫോട്ടോസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആയിരുന്നു. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഞാനും ദീപാട്ടനും കൂടി ഫോട്ടോസ് എടുത്തു. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദീപാട്ടനും അമ്മയും പപ്പയും ഒക്കെ വന്നിട്ടുണ്ടായത്. ഇപ്പോൾ വീട്ടിലുള്ളത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും. ചെറിയ പരിപാടിയായിരുന്നു, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പം നമ്മുടെ റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സും മാത്രമാണ്. അവരെ ആൾക്കാരൊന്നും വന്നില്ല. അപ്പം അവർ വരുമ്പോഴേക്ക് ഇവിടുന്ന് ഈ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. ഞാനങ്ങനെ റെഡിയായി. ദീപുവായിട്ടിന് എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും വന്ന്. അപ്പം നമ്മളിപ്പോൾ ഫോട്ടോസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കേണ്ടിയിട്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നതായിരിക്കാം. അവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്ന വീട്. അപ്പോൾ ദീപു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇന്ന് കുറേ കല്യാണമുള്ള ദിവസം തോന്നുന്നു. ഇഷ്ടം പോലെ കല്യാണ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ.
അങ്ങനെ ചെക്കൻ്റെ ആൾക്കാരും കൂടി വന്ന് കഴിഞ്ഞതിന് ശേഷം എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിശ്ചയമാണ്, റിംഗ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. വിളക്ക് കൊളുത്തി അരിയൊക്കെ ഇട്ടതിന് ശേഷം ജാതകം കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടുണ്ടായിരുന്നു. ആ ഷീറ്റിൻ്റെ ഒക്കെയാ തോന്നുന്നുണ്ട്. എല്ലാവരും നല്ലോണം വേർക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം. ഇത് കല്യാണ ചെറുക്കൻ്റെ, അതായത് ദേവുവിൻ്റെ വുഡ്ബീൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ആളാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോളായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് സൈഡായപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇവരെ കൂടെ തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ്. എനിക്ക് അടുത്ത ദിവസം ഇവിടെ കോഴിക്കോട് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ്, അച്ചാറ്, ഫുഡൊക്കെ വിളമ്പുന്നത് ചന്തുവിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ചില്ലി ഗോപിയും കൂടി ഉണ്ടായിരുന്നു. ചില്ലി ഗോപി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ ഇറങ്ങണം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനി നേരെ കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് കൂത്തുമ്പുഴയിൽ ഫാമിലീൻ്റെ ഓണപരിപാടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പരിപാടിയാണ്, നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ പോകുന്ന വഴിക്കൊന്ന് അവിടെ കയറാനൊക്കെ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. മേക്കപ്പൊക്കെ പോളെ മുഖത്ത് ഇങ്ങനെ വല്ലാണ്ട് ഇറങ്ങുന്നുണ്ട്. അത്രയും വേർപ്പും ചൂടുമായിട്ട്. അപ്പം നമുക്ക് എന്തായാലും പോകാം. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ കൊയിലാണ്ടി എത്തിയപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഷെയ്ക്ക് കുടിക്കേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല അടിപൊളി ടെൻഡർ കോക്കനട്ട് ഷെയ്ക്ക് കിട്ടും. അപ്പം 4 ആൾ ഓരോ ഷെയ്ക്കൊക്കെ വാങ്ങി. നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് നിങ്ങൾ തണുത്തത് കഴിക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ്. ഞാനത് കറക്റ്റ് എൻ്റെ ഡ്രസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കൂത്തുമ്പുഴയിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് നമ്മളവിടെ എത്തുമ്പോഴേക്ക് പാട്ട് പാടേണ്ട പ്രിപ്പറേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും ജോയിൻ ചെയ്തു. ഇവർ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും പിന്നെ ദീപുവേട്ടനും പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു പ്രോഗ്രാമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടുത്തെ. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ മിസ്സിംഗ് ആണ്, ഒരു 10 ആൾക്കാരൊക്കെ ഓരോ ഫാമിലിന്നൊക്കെ ആയിട്ട് മിസ്സിംഗ് ആണ്. എന്നാലും ഏറെക്കുറെ എത്താൻ പറ്റുന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു.
നമ്മുടെ കുഞ്ഞിപ്പാറുവിൻ്റെ ഫസ്റ്റത്തെ ഓണാണ്. അവൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ആൾക്കാരെയൊക്കെ കാണിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു, ഏച്ചി ഉണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് കളിച്ചതാണ്, അത്രയും ദിവസം കിട്ടിയില്ല. എല്ലാവരും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബോൾ പാസിങ്ങിൽ മാത്രമേ നിന്നുള്ളൂ. ഓൾറെഡി രാവിലെ ഇങ്ങനെ ഓട്ടവും ചാട്ടൊക്കെ ആയിട്ട് ഫുള്ള് ടയേർഡായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നമുക്ക് നമ്മുടെ ക്ഷീണമൊന്നും ഓർമ്മയേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഓണപരിപാടീൻ്റെ ഇടയ്ക്കൊക്കെ പോയി. അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു. ഇപ്പം ബലൂൺ പാസിങ്ങിൽ മാത്രം നിന്നു, വേറെ ഒന്നിലും നിന്നില്ല. ആകെ ടയേർഡായിപ്പോയി. ഇനി നമുക്കൊരു റിസപ്ഷന് പോകാനുണ്ട് കല്യാണത്തിൻ്റെ. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.